UDF ഭരിക്കുന്ന കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മാണ വിസ്മയം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. കേരളത്തിലെന്നല്ല, ലോകത്തിലെവിടെയും ഇതുപോലൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുണ്ടാകില്ല. അന്തമാതിരി പ്രൊഫഷണലിസത്തോടും ദീർഘവീക്ഷത്തോടും ഒപ്പം തന്നെ നൈസ് വെട്ട് നടത്തിയ ഗംഭീര ബസ് സ്റ്റാൻഡിന്റെ ദൃശ്യം ഒന്ന് കണ്ടേ. കണ്ടില്ലേ? കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പേരൊക്കെ വലിയ അക്ഷരത്തെ അച്ചടിച്ച് വെച്ച് അതിനകത്തൊരു പോസ്റ്റർ കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. പുറകിൽ UDFന്റെ ഒരു ഫ്ലെക്സും കാണാം. ഒന്ന് നോക്കണേ. ഇതിനകത്ത് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. കാര്യം അതിവിശാലമായിട്ട് പാർക്കിംഗ് ഏരിയ ഉള്ള, ഒപ്പം തന്നെ ഇത്രയും നീളത്തിനും വീതിക്കും സകല സൗകര്യങ്ങൾ, AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള ബസ് സ്റ്റോപ്പിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ പേരും അടിച്ചു വെച്ച് ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് കെട്ടിക്കൊടുത്ത UDFന്റെ ഭരണസമിതിയുടെ കാഴ്ചപ്പാട് വല്ലാത്ത ജാതി തന്നെ. എന്തൊക്കെ നമ്മുടെ നാട്ടിൽ മാറ്റം വരുന്നു. വലിയ ബസ് സ്റ്റോപ്പൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ട് കൊടുത്ത കുറെ ആൾക്കാർ അവിടെ വന്നിട്ട് അങ്ങോട്ട് ഇരിക്കും, വെയിൽ കൊള്ളാതെ നിൽക്കും. കുറച്ച് വെയിലൊക്കെ കൊണ്ട് കുറച്ച് നിന്നൊക്കെ പോയാൽ മതി. ഇത് ഇരുന്ന് പോകാൻ എന്താ? ഇവിടെ എല്ലാം രാജാക്കന്മാരൊന്നും അല്ലല്ലോ, പാവപ്പെട്ട തൊഴിലാളികളല്ലേ, അവർക്കെത്തി നിൽക്കുക. ഇതാണ് മനോഭാവം. കണ്ടില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൽ മുനിസിപ്പാലിറ്റിയുടെ പേരും അടിച്ച് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ പണം എടുത്ത് നിർമ്മിക്കുന്ന സാധനങ്ങൾ ആർക്കെങ്കിലും ഗുണമുണ്ട്? ഒരു മഴ പെയ്ത കയറി നിൽക്കാൻ പറ്റും, വെയിൽ കൊള്ളാതെ. ഓരോരോ പരിഷ്കാരങ്ങൾ നോക്കണേ. ഇതൊക്കെയാണ് ഈ നാട്ടിൽ ഇനി അടുത്ത 5 വർഷം നമ്മൾ കാണാൻ പോകുന്നത്. ഗംഭീരമല്ലേ?